Today I have Deepak with me. He's the founder of D Concept Interiors. Welcome to the show. ഹായ്. അപ്പം നമുക്ക് ഇന്റീരിയർ ഡിസൈനിങ്ങിൽ തുടങ്ങാം. നേരത്തെ നമ്മൾ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്ത സമയത്ത് കൂടുതലും കൺസ്ട്രക്ഷൻ പെട്ടെന്ന് തീർക്കുക, വീട്ടിലേക്ക് കയറി താമസിക്കുക എന്നുള്ളൊരു ട്രെൻഡായിരുന്നു. പക്ഷെ ഇപ്പം റീസെന്റ് അല്ല, കുറച്ച് വർഷങ്ങളായിട്ട് ഇന്റീരിയർ ഡിസൈനിങ്ങിന് അതെ. അപ്പൊ എത്രമാത്രം ഇന്റീരിയർ ഡിസൈനിങ് ഇപ്പം ഇമ്പോർട്ടന്റ് ആയി തുടങ്ങി? ഓൾമോസ്റ്റ് ഇപ്പൊ എല്ലാവരും കൺസ്ട്രക്ഷൻ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ അതേപോലെ തന്നെ അവരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അവരുടെ ഡിസൈനിങ് ഇന്റീരിയർ ഡിസൈനിലേക്കും അവർ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സപ്പോസ് ഫോർ എക്സാമ്പിൾ കിച്ചൻ്റെതായ ഒരു റൂം, മാസ്റ്റർ ബെഡ്റൂം ആയിട്ട് റൂം, മാസ്റ്റർ ബെഡ്റൂമിൽ തന്നെ അവർക്ക് എന്തെല്ലാം റിക്വയർമെന്റ്, സോ അവർക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺസ്, ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മളിപ്പം ഡിസൈനിങ് ചെയ്യുന്നത്. ലൈക്ക് ഇഫ് യു സീ ഫ്രം ലാസ്റ്റ് ഒരു 10 to 15 ഇയേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു വലിയൊരു ഡിഫറൻസ് ഇപ്പം വന്നിട്ടുണ്ട്. ലൈക്ക് നേരത്തെ പ്രത്യേകിച്ച് ഒരു റിക്വയർമെന്റ് ഉണ്ടാവുമെങ്കിൽ പോലും ലൈക്ക് വെരി റെയർ കേസിലൊക്കെ ആയിരിക്കും. പക്ഷെ ഇപ്പം ഓൾമോസ്റ്റ് ഒരു റിഗാർഡ്ലെസ് ദ സൈസസ് ഓഫ് ദ ഹൗസ്, ഇപ്പൊ ചെറിയ വീടായിക്കോട്ടെ വലിയ വീടായിക്കോട്ടെ, ചെറിയ വീടാണെങ്കിലും അവർക്ക് അതെങ്ങനെ വലുതാക്കാം, അല്ലെങ്കിൽ അതെങ്ങനെ കോമ്പാക്റ്റ് ആക്കാം, അല്ലെങ്കിൽ എങ്ങനെ എസ്തെറ്റിക്കലി ഭംഗിയാക്കാം എന്നുള്ളൊരു കൺസേൺ ഇപ്പം എല്ലാവർക്കും ഉള്ളതുകൊണ്ട് ദേ ആർ ലുക്കിംഗ് ഫോർ മോർ ഡിസൈൻസ്. ഇപ്പം എല്ലാവരും അവരവരുടെ ലിമിറ്റേഷൻസ് അവരവരുടെ ബഡ്ജറ്റ് വെച്ചിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടൊരു ഡിസൈൻ ചെയ്യണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്.